നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന CPM-നെയും വെല്ലുവിളി ഉയർത്തുന്ന BJP-യെയും ഒരുപോലെ തന്നെ നേരിടാൻ വമ്പൻ പ്ലാനുമായി കോൺഗ്രസ് ഇറങ്ങുകയാണ്. കോൺഗ്രസ് പറഞ്ഞിരുന്നു ഒരു വിസ്മയം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ആ വിസ്മയം ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടകമായ ധർമ്മടത്ത് ഇറക്കുന്ന സ്ഥാനാർത്ഥി കൊണ്ടുമായേക്കാം. കരുത്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി അധികാരം പിടിക്കാൻ ലക്ഷ്യമിടുന്ന ഹൈക്കമാൻഡ് 2 സിറ്റിംഗ് എംപിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചേക്കും. KPCC അധ്യക്ഷൻ K സുധാകരൻ, ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരുകളാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ ഉള്ളത്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഉടൻ പൂർത്തിയാകും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള 50 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കൊനഗോലു സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ തട്ടകമായ ധർമ്മടത്ത് തന്നെ വിറപ്പിക്കണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ K സുധാകരനെയാണോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെയോ സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചന. കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അറിയാവുന്ന സുധാകരൻ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ തരംഗമായ ഷാഫി പറമ്പിൽ എന്നിവർ എത്തുന്നതോടുകൂടി മണ്ഡലം സംസ്ഥാന ശ്രദ്ധ കേന്ദ്രമായി മാറും. പഴയ രീതിയിലുള്ള വൈകാരിക സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും നടത്തിയ കൃത്യമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ വിജയസാധ്യത മാത്രമാകും മാനദണ്ഡം. CPM-നെ അതിശക്തമായ ശത്രുവായി കണ്ട് നേരിടാനാണ് തീരുമാനം. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കരുത്തരായ നേതാക്കൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന വികാരം പാർട്ടിയിൽ ശക്തമാണ്. ദേശീയ രാഷ്ട്രീയത്തെക്കാൾ കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്നതിനാണ് ഇപ്പോൾ മുൻഗണന. അതുകൊണ്ടാണ് ഷാഫിയെയും സുധാകരനെയും പോലെയുള്ള ജനസ്വാധീനമുള്ള നേതാക്കളെ നിയമസഭാ പോരാട്ടത്തിലേക്ക് നിയോഗിക്കുന്നത്. ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലത്തിൽ BJP-യുടെ വോട്ട് വിഹിതം കുറയ്ക്കാനും അതേസമയം നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാനും കഴിവുള്ള നേതാക്കളെയാണ് കോൺഗ്രസ് തേടുന്നത്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരുടെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉയർന്നു വന്നേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന CPM-നെയും വെല്ലുവിളി ഉയർത്തുന്ന BJP-യെയും ഒരേപോലെ നേരിടാൻ വമ്പൻ തന്ത്രങ്ങളാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൃത്യമായി അറിയാവുന്ന K സുധാകരൻ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ തരംഗമായ ഷാഫി പറമ്പിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി നേരിടാൻ എത്തുന്നതോടുകൂടി ധർമ്മട മണ്ഡലം സംസ്ഥാന ശ്രദ്ധാകേന്ദ്രമായി മാറും. CPM-നെ അതിശക്തമായ എതിരാളിയായി കണ്ട് നേരിടാനാണ് തീരുമാനം. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ജനസ്വാധീനമുള്ള നേതാക്കൾ തന്നെ രംഗത്തിറങ്ങണമെന്നത് ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശമാണ്. ദേശീയ രാഷ്ട്രീയത്തെക്കാൾ കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്നതിനാണ് കോൺഗ്രസ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അതുകൊണ്ടാണ് ഷാഫിയെയും സുധാകരനെയും പോലെയുള്ള വോട്ടർമാർക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ നിയമസഭാ പോരാട്ടത്തിലേക്ക് നിയോഗിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ KPCC അധ്യക്ഷ പദവി പത്തനംതിട്ട MP ആന്റോ ആന്റണിക്ക് കൈമാറാൻ കോൺഗ്രസിൽ നീക്കമുണ്ട്. ഒരിക്കൽ കയ്യെത്തും ദൂരത്ത് നിന്ന് പോയ അധ്യക്ഷ പദവി വീണ്ടും തേടി വരുമ്പോൾ ഇത്തവണ സാഹചര്യങ്ങൾ എല്ലാം ആന്റോയ്ക്ക് അനുകൂലമാണ്. നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടുകൂടി സാമുദായിക സമവാക്യം കൂടി കണക്കിലെടുത്താകും തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സണ്ണി ജോസഫ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറിയാൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാൾക്ക് പകരം ചുമതല കൈമാറിയേക്കുമെന്നായിരുന്നു സൂചന. AP അനിൽകുമാറും PC വിശ്വനാഥും വട്ടിയൂരിലും കുണ്ടറയിലും വീണ്ടും ജനവിധി തേടുന്ന പശ്ചാത്തലത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായ ഷാഫിക്ക് താൽക്കാലിക ചുമതല കൈമാറാനായിരുന്നു ആദ്യഘട്ട ചർച്ചകൾ. എന്നാൽ ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം ആയുധമാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നീക്കത്തിൽ ദേശീയ നേതൃത്വം പുനരാലോചന നടത്തുകയായിരുന്നു. ഷാഫിയെ വടക്കൻ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ പരിഗണിച്ചേക്കാമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ട്. കേരള കോൺഗ്രസിനെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതോടുകൂടിയാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ മുഖമായ ആന്റോയെ പാർട്ടിയുടെ നിർണായക പദവിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തുടങ്ങിയത്. സിറോ മലബാർ മാർത്തോമാ സഭ മറ്റ് ക്രൈസ്തവ സഭകളുമായുള്ള ആന്റോ ആന്റണിയുടെ ബന്ധം മധ്യ കേരളത്തിൽ UDF-ന് അനുകൂലമാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാകാൻ KPCC അധ്യക്ഷ പദവിയിലൂടെ ആന്റോ ആന്റണിക്ക് സാധിച്ചേക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ.